സെക്രട്ടേറിയറ്റിൽ ഫയലുകൾ കെട്ടിക്കിടക്കുന്നുവെന്ന് തുറന്ന് സമ്മതിച്ച് മുഖ്യമന്ത്രി. 3 ലക്ഷത്തോളം ഫയലുകൾ ആണ് കെട്ടിക്കിടക്കുന്നത്. മുഖ്യമന്ത്രിയുടെ മറുപടി. നിയമസഭയിൽ ഈ വാർത്തയുടെ വിശദാംശങ്ങളുമായി തിരുവനന്തപുരത്ത് ആർ രാജീവ് ചേരുന്നു. രാജീവ്, ഓരോ ഫയലിലും ഓരോ ജീവനുണ്ട് എന്ന മുഖ്യമന്ത്രി പിണറായി വിജയൻ തന്നെയാണ് അദ്ദേഹം അധികാരമേറ്റ സമയത്ത് പറഞ്ഞത്. അതുകൊണ്ട് തന്നെ ഇത്തരം ഫയലുകൾ കെട്ടിക്കിടക്കുന്നത് ഒഴിവാക്കണം, എല്ലാ ഫയലുകളിലും പെട്ടെന്ന് തന്നെ തീർപ്പുണ്ടാക്കണം എന്നാണ് അന്ന് മുഖ്യമന്ത്രി വ്യക്തമാക്കിയത്. പക്ഷേ ഇപ്പോഴിതാ അദ്ദേഹത്തിന് തന്നെ തുറന്ന് സമ്മതിക്കേണ്ടിയിരിക്കുന്നു. സെക്രട്ടേറിയറ്റിൽ ഫയലുകൾ കെട്ടിക്കിടക്കുന്നു. ഒന്നും രണ്ടുമല്ല, 3 ലക്ഷത്തോളം ഫയലുകളാണ് കെട്ടിക്കിടക്കുന്നത് എന്നാണ് വിശദാംശങ്ങൾ. രാജീവ്, തീർച്ചയായും എല്ലമ്പേർ സൂചിപ്പിച്ചതുപോലെ തന്നെ ഒന്നാം പിണറായി സർക്കാർ അധികാരത്തിൽ വന്നപ്പോഴാണ് മുഖ്യമന്ത്രി ഇക്കാര്യം വ്യക്തമാക്കിയത്. ഓരോ ഫയലിലും ഓരോ ജീവിതങ്ങളാണുള്ളത്. അതുകൊണ്ട് തന്നെ ഫയലുകൾ കെട്ടിക്കിടക്കുന്ന സാഹചര്യം ഒഴിവാക്കണം, ഫയലുകളിൽ എത്രയും വേഗം തീർപ്പാക്കണമെന്ന നിർദ്ദേശം ആദ്യഘട്ടത്തിൽ മുഖ്യമന്ത്രി നൽകിയിരുന്നു. എന്നാൽ പിന്നീട് ഇങ്ങോട്ട് ഈ ഫയലുകൾ സെക്രട്ടേറിയറ്റിൽ കെട്ടിക്കിടക്കുന്ന ഒരു സാഹചര്യമായിരുന്നു സംസ്ഥാനത്ത് ഉണ്ടായത്. പലതവണ മുഖ്യമന്ത്രിയും അതുപോലെ തന്നെ ചീഫ് സെക്രട്ടറിയും ഒക്കെ യോഗം വിളിച്ച നിർദ്ദേശം നൽകിയിട്ടും സെക്രട്ടേറിയറ്റിൽ നിന്നും ഫയൽ നീക്കം മാത്രം നടക്കാത്തൊരു സാഹചര്യമായിരുന്നു ഉണ്ടായിരുന്നത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം മുഖ്യമന്ത്രിയുടെ സ്വന്തം വകുപ്പുകളിൽ പോലും ഫയലുകൾ കെട്ടിക്കിടക്കുന്ന സാഹചര്യമുണ്ട് എന്നതാണ്. ആഭ്യന്തര വകുപ്പിൽ ഉൾപ്പെടെ ഫയലുകൾ തീർപ്പാകാതെ കെട്ടിക്കിടക്കുകയാണ്. ആഭ്യന്തര വകുപ്പ് കൂടാതെ ആരോഗ്യ വകുപ്പും തദ്ദേശ സ്വയംഭരണ വകുപ്പുമാണ് ഈ ഫയലുകൾ കെട്ടിക്കിടക്കുന്നതിൽ 1, 2, 3 സ്ഥാനത്ത് നിൽക്കുന്നത്. ഈ വകുപ്പുകളുടെ പ്രത്യേക യോഗം വിളിച്ച് ഫയലുകൾ തീർപ്പാക്കണമെന്ന നിർദ്ദേശം നൽകി. മാത്രമല്ല, ഞായറാഴ്ച സർക്കാർ ഉദ്യോഗസ്ഥരെ വിളിച്ചു വരുത്തി തീവ്ര ഫയൽ തീർപ്പാക്കൽ യജ്ഞം നടത്തിയെങ്കിൽ പോലും ഇത് ഫയലുകൾ തീർപ്പാക്കുന്നില്ല എന്ന വസ്തുത നിലനിൽക്കുകയാണ്. കഴിഞ്ഞ കുറേ മാസങ്ങളായുള്ള കണക്കുകൾ പരിശോധിക്കുകയാണെങ്കിൽ സെക്രട്ടേറിയറ്റിൽ കെട്ടിക്കിടക്കുന്ന ഫയലുകളുടെ എണ്ണം ഓരോ ദിവസവും കൂടി വരുന്ന സാഹചര്യമാണ് നിലനിൽക്കുന്നത്. ചീഫ് സെക്രട്ടറി ഉൾപ്പെടെ നേരത്തെ നിരവധി തവണ യോഗങ്ങൾ വിളിച്ചെങ്കിലും ഈ ഫയലുകൾ തീർപ്പാക്കുന്ന നടപടികൾ അനിശ്ചിതമായി വൈകുന്നു. മുഖ്യമന്ത്രിയാണ് നേരത്തെ ചീഫ് സെക്രട്ടറിയുടെയും അതുപോലെ തന്നെ വിവിധ വകുപ്പ് മേധാവികളുടെയും യോഗം വിളിച്ച് കർശനമായ നിർദ്ദേശം നൽകിയിരുന്നു. എത്രയും വേഗം ഫയലുകൾ തീർപ്പാക്കണമെന്ന നിർദ്ദേശം നൽകുമ്പോഴും അത് ഫലം കാണുന്നില്ല എന്ന സാഹചര്യമാണ് നിലനിൽക്കുന്നത്. ഇതിനിടെയാണ് ഈ 3 ലക്ഷത്തിനടുത്ത ഫയലുകൾ തീർപ്പാക്കാനുണ്ട് എന്ന കണക്കുകൾ നേരത്തെ പുറത്തു വന്നിരുന്നു. പക്ഷേ സർക്കാർ ആ ഘട്ടത്തിൽ അത് നിഷേധിക്കുകയായിരുന്നു. ഇപ്പോഴേതായാലും സർക്കാർ ഇതുമായി ബന്ധപ്പെട്ട ഒരു കണക്കുകളിലേക്ക് എത്തിയിരിക്കുന്നു. മുഖ്യമന്ത്രി തന്നെയാണ് നിയമസഭയിൽ ഇക്കാര്യം തുറന്ന് സമ്മതിച്ചിരിക്കുന്നത്. 2,99,425 ഫയലുകളാണ് ഇനി തീർപ്പാക്കാനായി ശേഷിക്കുന്നത്, സെക്രട്ടേറിയറ്റിൽ കെട്ടിക്കിടക്കുന്നത് എന്ന മുഖ്യമന്ത്രി തന്നെയാണ് തുറന്ന് സമ്മതിക്കുന്നത്. നിയമസഭയിൽ രേഖാമൂലം നൽകിയ മറുപടിയിലാണ് മുഖ്യമന്ത്രി ഇക്കാര്യം വ്യക്തമാക്കിയിരിക്കുന്നത്. നേരത്തെ എന്തായിരുന്നു പറഞ്ഞിരുന്നത്, അതിൽ നിന്ന് വിഭിന്നമായ കാര്യങ്ങളിലേക്ക് പോകുന്നു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. മാത്രമല്ല, മുഖ്യമന്ത്രിയുടെ പരാതി പരിഹാര സെല്ലിലും ഈ പരാതികൾ കെട്ടിക്കിടക്കുന്ന സാഹചര്യമുണ്ട്. അതും വിവിധ വകുപ്പുകളുമായി ബന്ധപ്പെട്ട് തന്നെയാണ് പരാതികൾ കെട്ടിക്കിടക്കുന്നത്. ഏതായാലും ഈ വകുപ്പുകളുമായി ബന്ധപ്പെടുമ്പോൾ അവർ പറയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രശ്നം ഈ സാമ്പത്തിക പ്രതിസന്ധിയാണ്. കാരണം ഈ പല ഫയലുകളും എത്തുമ്പോൾ അതിൽ ആവശ്യപ്പെടുന്നത് സാമ്പത്തികമാണ്, അല്ലെങ്കിൽ ഈ പദ്ധതികൾക്ക് പണം കണ്ടെത്തേണ്ടതായുണ്ട്. നിലവിലെ സാമ്പത്തിക പ്രതിസന്ധി അനുസരിച്ച് അത് ധനവകുപ്പിലേക്ക് അയക്കുമ്പോൾ ഈ ഫയലുകൾ തീർപ്പാക്കാൻ കഴിയാത്ത സാഹചര്യത്തിലേക്ക് എത്തുന്നു. കൃത്യമായി പണം ധനവകുപ്പ് നൽകുന്നില്ല. അതാണ് വിവിധ വകുപ്പ് മേധാവികൾ യോഗത്തിൽ അറിയിക്കുന്നത്. ഏതായാലും മുഖ്യമന്ത്രി തന്നെ തുറന്ന് സമ്മതിക്കുന്നു. 3 ലക്ഷത്തിനടുത്ത ഫയലുകളാണ് സെക്രട്ടേറിയറ്റിൽ തീർപ്പാകാതെ കെട്ടിക്കിടക്കുന്നത്. ഏതായാലും ഉടൻ തന്നെ മുഖ്യമന്ത്രി ഇതുമായി ബന്ധപ്പെട്ട് യോഗം വിളിക്കുമെന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. നേരത്തെ വകുപ്പ് മേധാവികളുടെ യോഗം മുഖ്യമന്ത്രിയെ വിളിച്ചെങ്കിലും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അതിന് അനുമതി നൽകിയിരുന്നില്ല. ഏതായാലും ഉടൻ തന്നെ വകുപ്പ് മേധാവികളുടെ യോഗം മുഖ്യമന്ത്രി വിളിച്ചു ചേർക്കുമെന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, മുഖ്യമന്ത്രിക്ക് തന്നെ തുറന്ന് സമ്മതിക്കേണ്ടി വന്നിരിക്കുന്നു. സെക്രട്ടേറിയറ്റിൽ ഫയലുകൾ തീർപ്പാകുന്നില്ല, ഫയലുകൾ കെട്ടിക്കിടക്കുകയാണ്. മുഖ്യമന്ത്രിയുടെ പരാതി പരിഹാര സെല്ലിൽ പോലും ഫയലുകൾ കെട്ടിക്കിടക്കുന്ന ഒരു സാഹചര്യമുണ്ട് എന്ന് തുറന്ന് സമ്മതിക്കേണ്ടി വന്നിരിക്കുന്നു. അല്ലമ്പ്യാർ. യെസ്, സെക്രട്ടേറിയറ്റിൽ ഫയലുകൾ കെട്ടിക്കിടക്കുന്നുവെന്ന് തുറന്ന് സംബന്ധിച്ച് മുഖ്യമന്ത്രി പിണറായി വിജയൻ. 3 ലക്ഷത്തോളം ഫയലുകളാണ് കെട്ടിക്കിടക്കുന്നത്. മുഖ്യമന്ത്രിയുടെ മറുപടി. നിയമസഭയിൽ ആർ രാജീവാണ് തിരുവനന്തപുരത്ത് നിന്ന് വിവരങ്ങൾ നൽകിയത്.